BJP ആത്മവിശ്വാസത്തോടു കൂടിയാണെന്ന് തോന്നുന്നു 2025 നിന്നും 26 ചുവടുവയ്പ് നടത്തുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിച്ചു. 50 സീറ്റാണ് നേടിയിരിക്കുന്നത്. എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കീഴിലുള്ള BJPയുടെ പ്രകടനത്തെ കാണുന്നത്? അല്ല, BJP കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവരുടെ ശക്തി, അവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി പ്രകടമായി എന്നുള്ളത് സത്യമാണ്. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നഗരം, കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തിൽ അവർക്ക് ചുവട് ഉറപ്പിക്കാൻ നേരത്തെ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഭരണാധികാരിയും അവർ പിടിച്ചു. കേവല ഭൂരിപക്ഷമില്ല, എന്നാലും കേവല ഭൂരിപക്ഷത്തോട് അടുത്ത സീറ്റോടുകൂടി അവർ അധികാരത്തിൽ വരികയാണ്. പക്ഷേ അതിലൊരു പ്രശ്നം കിടക്കുന്നത്, ഇവർ ശക്തിപ്പെടുന്നത് മറ്റ് സമുദായങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്കയുണ്ടാക്കും. അപ്പോൾ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ അന്യ സമുദായങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രത്യേകിച്ചും അവർ സംഘടിക്കുകയും ഇവർക്ക് ഇനി അങ്ങോട്ടുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യും. അത് BJP മാത്രമല്ല ബാധിക്കുക, ഇന്നത്തെ നിലയ്ക്ക് CPM-നോട് കൂടി ബാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. പിന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചതിന് നമ്മുടെ നാഷണൽ മീഡിയയിൽ ഭയങ്കര സെലിബ്രേഷനായിരുന്നു. ടൈംസ് നൗവിൽ അല്ലെങ്കിൽ NDTV-യിൽ ഇതിലൊക്കെ തിരുവനന്തപുരത്ത് BJP ജയിച്ചു, വലിയൊരു അത്ഭുതം എന്ന രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ അവർക്ക് ഇതിൻ്റെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും പ്രാദേശിക തലത്തിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് BJP-ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മറ്റൊന്ന്, രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ കേരളത്തിലെ ഘടകത്തിനുള്ളിൽ എത്രത്തോളം സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു വിഷയം കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വികസന രാഷ്ട്രീയം, വികസന അജണ്ട, ഒപ്പം തന്നെ ഒരു തീവ്ര നിലപാട് സ്വീകരിക്കാത്ത ഒരു ശൈലി, ഇതൊക്കെ പരക്കെ വിമർശന വിധേയമാകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രുതിയുണ്ട് പരമ്പരാഗത BJP അണികൾക്ക് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അല്ല, പരമ്പരാഗത BJP അണികൾ അല്ലെങ്കിൽ പരമ്പരാഗത RSSകാർ വളരെ കാലമായിട്ട് BJP-യുടെ പോക്കിൽ അസംതൃപ്തരാണ്. അവരൊക്കെ അതിൽ സങ്കടമുണ്ട്. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം BJP-ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ കാലാകാലങ്ങളായിട്ട് BJP-യിൽ അടിഞ്ഞുകൂടിയ കുറേ ആളുകളുണ്ട്. ആ ആളുകൾ ആരും തന്നെ ഈ RSSൻ്റെ ഒരു ബൗദ്ധികവും സാംസ്കാരികവുമായിട്ടുള്ള നേതൃത്വം അംഗീകരിക്കുന്നവരല്ല. അവർക്ക് RSSൽ പ്രവർത്തിച്ച പരിചയമോ പാരമ്പര്യമോ ഇല്ല. ഇപ്പോൾ BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ മുന്നേറ്റം ഉണ്ടാക്കിയൊക്കെ സാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോൺഗ്രസ്സിലേക്ക് പോകാതെ അല്ലെങ്കിൽ CPM-ലേക്ക് പോകാതെ നമ്മുടെ BJP-യിലേക്ക് വരാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇവരെ എങ്ങനെ സ്വീകരിക്കും, അവർ എന്തൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ. ഇനിയിപ്പോൾ ഈ 2026 പോകുമ്പോൾ നമ്മൾ ഈ 140 മണ്ഡലങ്ങളിൽ ഒരു 10-30 മണ്ഡലങ്ങളിൽ അവർക്ക് നിർണായക ശക്തിയാകാൻ സാധിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അവർക്ക് കിട്ടിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അക്കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? അതായത് ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചേക്കും? ഇപ്പോഴത്തെ സ്കോർ ബോർഡിൽ 0. അടുത്ത സ്കോർ ബോർഡിൽ എന്തായിരിക്കും അവരുടെ സംഖ്യ? ഏതായാലും 0-ത്തേക്കാൾ താഴെ പോകാൻ പറ്റുകയില്ല. അത്രത്തോളം BJP-ക്കാർക്ക് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, അതിൽ വലിയ ആശയക്കുഴപ്പമുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അതിൻ്റെ ദിശ ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെറുതെ ഈ കണ്ടമാനം ഓടി ശരീരം ക്ഷീണിപ്പിക്കേണ്ട ആവശ്യമില്ല. ജയിക്കാവുന്ന സീറ്റുകൾ അല്ലെങ്കിൽ സാമാന്യം മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാവുന്ന സീറ്റുകൾ അവർ ഇയർമാർക്ക് ചെയ്തിട്ട് ആ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ BJP ഇങ്ങനെ ഇരുമ്പിൽ കടിച്ച് പല്ലുകളേണ്ട ആവശ്യമില്ല. അവർക്ക് ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് തന്നെ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ മേജർ കണ്ടസ്റ്റൻസ് 2 പേരോ 3 പേരൊക്കെ ഉണ്ടാവും. അതിന് BJP-യുടേതായ ചില മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ച് അവർക്ക് ഒരാളെ കണ്ടെത്താനോ ആ കണ്ടെത്തിയ ആളെ തുടർന്ന് എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം, വിശകലനം നടത്താനൊക്കെ അവസരം കിട്ടും. അതാണ് അതിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ആശങ്കയ്ക്ക് ഇടയില്ല. കാരണം അവർ ഈ മാതിരി പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായിട്ട് പരിഹരിച്ച് കഴിവ് തെളിയിച്ചവരാണ്. ഇനിയും ഒരവസരം കിട്ടിയാൽ അവർ ഇത് തന്നെ ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. എങ്കിലും ഒരു നമ്പർ അങ്ങേക്ക് പറയാൻ സാധിക്കുമോ? ഒരു 5-ന് മുകളിലേക്ക്, അല്ലെങ്കിൽ എത്ര സീറ്റ് വരെ അവർക്ക് നേടാൻ സാധിച്ചേക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ? അതൊരു വളരെ കുഴപ്പം പിടിച്ച ചോദ്യമാണ്.
BJPയുടെ നില മെച്ചപ്പെടുത്തും എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിരുവനന്തപുരം നഗരത്തിലുള്ള മണ്ഡലങ്ങൾ, ശരിക്കും പറഞ്ഞാൽ വട്ടിയൂർക്കാവ്, അതിനേക്കാൾ കൂടുതലായിട്ട് നേമം, പിന്നെ കഴക്കൂട്ടം, അതെ, പിന്നെ ഒരു ചെറിയ പരിധിവരെ ആറ്റിങ്ങലൊക്കെ വേണമെങ്കിൽ നോക്കാം. അതുപോലെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ, പിന്നെ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള തൃശ്ശൂർ അസംബ്ലി മണ്ഡലം, അതുപോലെ കൊടുങ്ങല്ലൂർ, ഞാൻ പറഞ്ഞില്ല കൊടുങ്ങല്ലൂർ, ഇങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് ശക്തമായ ഒരു സാന്നിധ്യം അറിയിക്കാൻ കഴിയും. വളരെ നല്ല ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആലപ്പുഴ ജയിക്കാം. ആലപ്പുഴയിൽ ഇതുപോലെ തന്നെ കായംകുളം മുതലായ കായംകുളം. മണ്ഡലങ്ങളൊക്കെ, അതെ, മാവേലിക്കര, അതൊക്കെ അവർക്ക് നല്ലപോലെ മത്സരിക്കാം, നല്ലൊരു ഫൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. രണ്ടാം സ്ഥാനത്ത് എത്തിയാൽ പോലും അതൊരു തോൽവിയല്ല. അതിനിടയ്ക്ക് 2-3 സീറ്റുകൾ ജയിക്കാനും മതി. അത് ആ സമയത്ത് ഒരു സാമുദായിക അന്തരീക്ഷമൊക്കെ വളരെ പ്രധാനമാണ് ഈ കാര്യത്തിൽ.